അതെ, ഒരു ആയുർവേദ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കണം. ഇന്നത്തെ വീട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ആലക്കോട് കാർത്തികപുരത്തിന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 15 ഏക്കർ സ്ഥലമാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാൻ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, ഒരുപാട് ആൾക്കാർ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഉള്ള സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്ന് നല്ലൊരു പ്ലോട്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഗൾഫിലുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് പർപ്പസിന് പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിലും ഇങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ നമുക്ക്. അതെ, തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മൊത്തം 15 ഏക്കർ പ്ലോട്ടാണ്. അപ്പൊ ഇനി വരാനുള്ള വഴി സൗകര്യമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ റോഡ് വരുന്നത് നമ്മളെ കണ്ണൂർ ആലക്കോട് കാർത്തികപുരത്തിന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. ചുറ്റുഭാഗം ഇതാക്കുന്നത് ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ച് ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ള സ്ഥലമാണ്. നമ്മളെ ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത്. നമുക്ക് മൊത്തം 15 ഏക്കർ പ്ലോട്ടാണ്. അപ്പൊ അതിന്റെ കുറച്ച് ബാലൻസ് ഭാഗം ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ഥലം നമുക്ക് ഈ റോഡിന്റെ ഇപ്പുറത്തെ ഭാഗത്തുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ട് എന്നുള്ളൊരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. അല്ല, ഞങ്ങൾ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് സംഭവങ്ങളെല്ലാം നമുക്ക് ഫ്രണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളിൽ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം. ഒരു ആയുർവേദ റിസോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഇൻവെസ്റ്റ്മെന്റിന് എൻ്റെ ഓണർ ഇപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞാണ് ചെറിയൊരു വീഡിയോ ചെയ്ത് ആരെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് നോക്കാൻ പറഞ്ഞു. പ്ലോട്ട് അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. എല്ലാവിധ ആദായവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ എന്ത് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് ആദ്യം നമുക്ക് പറമ്പിന്റെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. അതെ, ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. അത് നമുക്ക് ഈ റോഡ് വരുന്നത് നമ്മളെ ആലക്കോട് കാർത്തികപുരത്ത് വരുന്ന റോഡാണ്. അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത വരാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് രയറോം വഴി വരാവുന്നതാണ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രയറോത്തിന് പോണ റോഡാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെറുപുഴന്ന് താബോർ വഴി വരാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ആലക്കോട് കാർത്തികപുരത്ത് നിന്ന് അങ്ങനെ വരാം. പിന്നെ ഈ രയറോത്തിനാണ് ഈ റോഡ് പോണ. ഈ റയറോത്തിനും അങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഉണ്ട്. നമ്മൾ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത് പുല്ലുമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ്. പുല്ലുമലയിലോട്ട് ഒത്തിരി ഇഷ്ടംപോലെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് അല്ലേ. അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. പൈതൽമല ഉണ്ട്, അതുപോലെ എന്താ പറയാ പാലക്കായം തട്ട്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ നമ്മളെ ഒരു പ്ലോട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കി നമ്മൾ പ്ലോട്ടൊക്കെ ഉണ്ട് വരുമ്പോ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് ഏതാ മുതൽ തോട്ടല്ലേ. നമ്മൾ ഈ ഒരു ആയുർവേദ റിസോർട്ട് ഹോം സ്റ്റേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വളക്കൂറുള്ള നമ്മളെ പറമ്പിൽ വളക്കൂറുള്ള മണ്ണുണ്ടാവുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അതെ, ഇങ്ങനെ നോക്കിയാണ് നമ്മൾ ഈ ഒരു പറമ്പ് കണ്ടില്ല നിങ്ങൾ. ഇപ്പൊ തുടക്കം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് വാഴ കൃഷിയാണ് ഈ ഒരു ഭാഗത്ത് കേട്ടോ. അനുയോജ്യമായുള്ള മണ്ണുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയല്ലേ. അതെ, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കല്ലുണ്ടോ, വെട്ടുകല്ലുണ്ടോ, വെട്ടുപാറുണ്ടോ, കരിങ്കല്ലുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലേ. അതെ, ഈ ഒരു പ്ലോട്ടിനകത്ത് വെട്ടുകല്ലോ കരിങ്കൽ കല്ലുകളോ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ വളക്കൂറുള്ള ഈ വാഴയൊക്കെ കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും. അജാതി വാഴ നല്ല വണ്ണുള്ള സൈസ്, നല്ല രീതിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പ്ലോട്ട് വന്ന് കണ്ടാൽ എന്തായാലും മനസ്സിലാവും. പിന്നെ ഇതാക്കണേ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഇതൊക്കെ ഫുള്ള് കാറ്റാടിച്ചെടികളാണ് കേട്ടോ. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശമാണ്. നല്ലൊരു തണുത്തൊരു പ്രദേശം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ഈ ഭാഗത്ത് ഈ കാണണമൊക്കെ കൊക്കോയാണ്. ഈ കാണണമൊക്കെ അതായത് എന്ത് സാധനം കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരുന്നത് കേട്ടോ. ഒരു വിത്ത് കൊണ്ടിങ്ങനെ വെറുതെ ഇട്ടാൽ മതി, അവിടെ കന്ന് തന്നാലും മുളച്ച് നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും. അജാതി മുതൽ മണ്ണുള്ള സ്ഥലമാണ്. ഇങ്ങോട്ട് നോക്കിയാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഈ സ്ഥലത്തിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ പറഞ്ഞാൽ നമുക്ക് ചാത്തമംഗലം ഹിൽസിക്ക് ഒരു 3.5 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതേപോലെ നമുക്ക് പാലക്കായം തട്ടിലോട്ട് ഒരു 22 കിലോമീറ്റർ ദൂരവും, പിന്നെ പൈതൽമലയിലോട്ട് വെറും 12 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടോട്ട് വെറും 9 കിലോമീറ്ററും, കാപ്പിമല വാട്ടർഫാൾസിലോട്ട് പോകാൻ വെറും 11 കിലോമീറ്ററും,
പിന്നെ നമുക്ക് കണ്ണൂരിലെ പയ്യമ്പലം ബീച്ചിലോട്ട് പോകുമ്പോൾ വെറും 57 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളത് ഈ ഒരു സ്ഥലത്തുനിന്ന് അല്ലേ ഇവിടെ നിന്നുള്ള അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ ഒരു പറമ്പിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിനാണ് വറ്റാത്ത വെള്ളമുള്ള 2 കിണർ കേട്ടോ. ഒന്നിതാണ്. പിന്നെ ഇത് നോക്കിയാൽ ചുറ്റുഭാഗം ഇതേപോലെ കല്ലൊക്കെ വെച്ച് കെട്ടി നല്ല രീതിക്ക് എന്താ പറയുക കുറച്ച് വർക്കും കൂടി ബാക്കി ബാലൻസ് ഉണ്ട്. പിന്നെ ബോർവെല്ലുണ്ട്, ഒരു വറ്റാത്ത വെള്ളമുള്ള 3 ബോർവെല്ലും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ മാവ് കണ്ടെങ്കിൽ നല്ല വണ്ണുള്ള വലിയൊരു മാവുകളും മരങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. അത് അതിന്റെ സൈഡ് വഴി ചുറ്റുഭാഗം ഇതേപോലെ ഇരിക്കാനൊക്കെ സൗകര്യത്തിന് കെട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ കുറെ മരങ്ങൾ നമ്മളൊരു പറമ്പിനകത്തിന്. അപ്പൊ എല്ലാത്തിന്റെ ചുറ്റിനും ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനും ഒക്കെ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി ഇതാക്കണ നമ്മള് ഈ ഒരു പറമ്പിനകത്ത് ഇതാക്കണം ഇതേപോലത്തെ റബ്ബറുകളുണ്ട്. ഏകദേശം 700ഓളം റബ്ബറുകളുണ്ട്. ഇതേപോലെ നല്ല അത്യാവശ്യം വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബറുകൾ കേട്ടോ. അത്യാവശ്യം നല്ല റബ്ബറുകളാണ്. നല്ല എന്താ പറയുക നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബറുകളാണ്. പിന്നെ പ്ലാറ്റോറൊക്കെ ഇതാക്കണം നല്ല ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറും എന്തിനും പറ്റുന്ന നല്ല അനുയോജ്യമായുള്ള മണ്ണാണെന്ന് കാണിക്കണം കേട്ടോ. പിന്നെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, അതല്ലെങ്കിൽ റബ്ബർ വേണമെങ്കിൽ റബ്ബർ നടാം, അതല്ലെങ്കിൽ ഇതാണ് ഇതേപോലത്തെ കാപ്പി ഉണ്ട്. എന്തിനും പറ്റുന്ന മണ്ണാണ്. പിന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും നമ്മളെ പറമ്പിന്റെ ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും പിന്നെ വണ്ടി ചെല്ലുന്നതാണ് കേട്ടോ. കണ്ടില്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടല്ലേ ഫുള്ള്. പിന്നെ വാഴ, പിന്നെ തേയിലൊക്കെ താഴോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. നമ്മളീ ഒരു പറമ്പിൽ ഒരു 1.5 ഏക്കറോളം സ്ഥലത്ത് ഫുള്ള് തേയിലാണ് കേട്ടോ. അതേപോലെ അതിന്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് വാഴയും എല്ലാം നട്ടിട്ടുണ്ട്. എന്ത് സാധനം നട്ട് കഴിഞ്ഞാൽ ഉണ്ടാണ് അജ്ജാതി മുതൽ മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഫുള്ള് തേയിലാണ്. ഈ ഒരു 1.5 ഏക്കറോളം സ്ഥലത്ത് ഇതേപോലെ ഫുള്ള് തേയിലാണുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബോർവെല്ല് വരുന്നത്. അവിടെയാണ് ആദ്യത്തെ ഒരു ബോർവെല്ലുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് പറമ്പെല്ലാം നനയ്ക്കണേലൊക്കെ. വയനാട്ടിലും ഇടുക്കിയിലും ഒന്നും അല്ല ചങ്കള ഞാൻ ഇപ്പൊ നിക്കണം. നമ്മളീ ഒരു പറമ്പിനകത്ത് തന്നെ ഉള്ള തേയിലത്തോട്ടത്തിലാണ് ഇപ്പൊ ഈ നിക്കണത്. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾക്ക് അറിയണല്ലേ ഈ ഒരു സാധനം ഇടുക്കി അതുപോലെ എന്താ പറയാ വയനാട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയണല്ലേ. ഇങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഉണ്ടായത് കണ്ടില്ല നിങ്ങൾ തേയില കൃഷി. എന്ത് സാധനം കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങോട്ട് നോക്കി നിങ്ങള് നല്ല കൃഷിക്കൊക്കെ പറ്റി എന്തും നടാൻ പറ്റും. നല്ല മണ്ണുള്ള സ്ഥലമാണ്. ഇനി ഇതാക്കണ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ 15 ഏക്കറിന്റെ മൊത്തത്തിൽ എല്ലാത്തോട്ടും വണ്ടികൾ ഏത് വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറോ ജീപ്പോ ബൈക്കോ ഏത് വണ്ടി വേണേലും വരും കേട്ടോ. പിന്നെ ഇതാക്കണം ഇങ്ങോട്ട് നോക്കിയാണ് ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളാണ് ഈ കാണുന്നത്. റംബൂട്ടാന്റെ തൈയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് കഴിക്കണ ബഡ് തൈകളാണ്. അതേമാതിരി ഇതാക്കണ ഈ ഭാഗത്തോട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ എന്താ പറയാ റംബൂട്ടാന്റെ തൈകൾ തന്നെയാ കേട്ടോ. അതേമാതിരി ഇതാക്കണേ ഈ കാണുന്ന പേരക്കേന്റെ തൈയാണ്. അത് 1ഉം 2ഉം എണ്ണല്ല പറമ്പ് മൊത്തത്തിൽ ഇതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളെല്ലാം ഫുള്ള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒക്കെ പേരക്കേന്റെ തൈകളാട്ടോ. അതേമാതിരി ഇതാക്കണേ ഈ കാണുന്നത് മൾബറി ചെടിയാണ് ഈ കാണുന്നത് മൾബറി. പിന്നെ ഇതാക്കണേ ഈ കാണുന്നത് മറ്റേ സപ്പോർട്ടേന്റെ തൈയാണ് ആ കാണുന്നത്. എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് ഐറ്റംസ് കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ മലവേപ്പുണ്ട് ഈ കാണുന്നത് മലവേപ്പ്. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് അല്ലേ. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാനിനനുസരിച്ച് നിങ്ങൾ ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തതിനനുസരിച്ച് നിങ്ങളെ മട്ടന്മാർക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ പ്ലാനിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ നമ്മളിപ്പോ അവിടെ നിന്നാണ് വന്നിട്ടോ. താഴെ ഭാഗത്താണ് ഇപ്പൊ വന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ഈ ഒരു പറമ്പിലുള്ള ഒരു മലവേപ്പാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോ ഒന്നല്ല കേട്ടോ, 1ഉം 2ഉം ഇതേമാതിരിക്ക് കുറെ മലവേപ്പുണ്ട്. ഇതേമാതിരിക്ക് നല്ല വലിയ വലിയ മരങ്ങൾ കേട്ടോ. പിന്നെ ഇതാക്കണേ പറമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മാർഗം എന്താക്കണ വഴിയാണ്. ഏത് വണ്ടി വേണേലും വലിയ വണ്ടി അടക്കം വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇതാക്കണ തെങ്ങ് ഇങ്ങോട്ട് നോക്കാം. നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം ഒരു 350ഓളം തെങ്ങുണ്ട്. ഇതേപോലെ നല്ല കായ പിടിക്കണം കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇതേപോലെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെങ്ങിൽ നിന്നുള്ള തേങ്ങയോ കരിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെ. ആൾക്കാർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു വരുമാനം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ഐഡിയയും കൂടി ചെയ്യാലോ അതിന്റെ കൂടെ പറ്റും. അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണ് കേട്ടോ. നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ട് മൊത്തം 15 ഏക്കർ സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ കൊടുക്കും. അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് കാണാനുള്ളത് ബാക്കി കാപ്പിത്തോട്ടമാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇനി കണ്ണൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും 48 കിലോമീറ്റർ ദൂരം നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ദൂരം കേട്ടോ. അതേപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനൊക്കെ ആണെങ്കിൽ ഒരു 55 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് കുറെ ഹട്ടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് നോക്കിയത് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കാഴ്ചയെല്ലാം കണ്ടിരിക്കാനും അപ്പൊ അങ്ങോട്ട് നല്ല വൈബുള്ള നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങോട്ട് നോക്കിയേ ഫുള്ള് എന്താ ഈ ഒരു ഭാഗത്ത് കോഫി ഷോപ്പോ അങ്ങനെയൊക്കെ ആക്കി ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താ പറയാ ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോ ആ ഒരു ഭാഗത്തോടൊക്കെ പോകാൻ്റെ മൊത്തത്തില് എന്താ പറയാ ഫുള്ള് കാപ്പിയാണ്. ഒക്കെ കാണിച്ചു തരാം. നിറയെ കാപ്പിയെല്ലാം ഉണ്ടായിട്ട് കേട്ടോ. ഇവിടെ നോക്കിയേ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കാണ്ടെങ്കിൽ നോക്കണേ നിങ്ങള് ഫുള്ള് കാപ്പിയാണ്. ഇത് നോക്ക്
നിറയെ കാപ്പിലുണ്ടായിരുന്നു. നല്ല കുനുകുനാന്ന് പറഞ്ഞിട്ട് കായെല്ലാം പിടിച്ചിട്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് നോക്കി നമുക്ക് റിസോർട്ടൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടതാക്കണം സ്വിമ്മിംഗ് പൂളൊക്കെയാണ്. ഇതാക്കണം അതിനുള്ള ആ ഒരു സ്ഥലമെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളിനുള്ള ഒരു പ്ലേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം വലിയ സ്ഥലം തന്നെയല്ലേ, നല്ല വലിയ ഇതിൽ തന്നെയാണ് എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണം ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നോക്കി തേങ്ങ എല്ലാം കായ്ക്കുന്നുണ്ടല്ലേ, ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. 350ഓളം തെങ്ങുണ്ട് ഇതിനകത്ത്, 350ഓളം തെങ്ങുണ്ട്. പിന്നെ ഇതാക്കണ ഇതിനകത്തുള്ള സംഭവങ്ങൾ തന്നെ മതിയില്ലേ ഇതിന്റെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഇതേപോലെ എന്താ പറയുക നാച്ചുറൽ ആയിട്ട് എല്ലാ സംഭവങ്ങളും എടുക്കുകയും ചെയ്യാം അല്ലെ. പ്ലാവ് കണ്ടില്ല, നല്ല കായ്ക്കുന്ന പ്ലാവ് എല്ലാം. പിന്നെ ഇതാ ഇവിടെ ഒരു ഷെഡ് ഉണ്ട്, നമുക്ക് എന്താ പറയാ ആയുർവേദ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഷെഡ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ പണികൾ ബാക്കി ബാലൻസ് കിടക്കാണ് കേട്ടോ. മറ്റേ ഡ്രസ് വർക്കും സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴോട്ടും വേറെ റൂം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് ബാക്ക് സൈഡിലൊന്ന് കാണാം നമുക്ക്. ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ അതിനുള്ള ആ ഒരു സ്റ്റെപ്പും സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനോ ഒക്കെ ഉള്ള അതിനുള്ള ഒരു സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു റൂമായിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്, തട്ടെല്ലാം അടിച്ചിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്താ പറയാ കുക്ക് ചെയ്യാനുള്ള പാചകവും സംഭവങ്ങളെല്ലാം ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ ഈ ഭാഗത്തും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്ക് സൈഡിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ജാതി മരമാണ് ഈ കാണുന്നത്. നിറയെ ജാതി എല്ലാം കായ്ക്കണാണ്, ബഡ് തൈയാണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ അങ്ങോട്ട് മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ജാതിയും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഫുള്ള് കാണിക്കാൻ പറ്റില്ല. മൊത്തം 15 ഏക്കർ സ്ഥലം ഫുള്ള് നടക്കാറിഞ്ഞാല് റിസ്ക് ആണ് അല്ലേ. അപ്പൊ നമ്മള് ഒരുവിധം സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. എല്ലാ സാധനവും ഉണ്ട്, റബ്ബർ ഉണ്ട്, തെങ്ങുണ്ട്, ജാതി ഉണ്ട്, കാപ്പി ഉണ്ട്, പിന്നെ കൊക്കോ ഉണ്ട്, തേയില ഉണ്ട്, എല്ലാം കൊണ്ട് നിറഞ്ഞൊരു പറമ്പാണ്. ആ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അതിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി അതേപോലെ ഊഞ്ഞാലോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ല ഫുള്ള് വൈബ്, നല്ല ചില്ലായിട്ടിരിക്കണം, നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. നിങ്ങളെ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാക്കണ് മാതള നാരങ്ങയാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് നോക്കി നിറയെ കായ്ച്ച് കിടക്കുന്നുണ്ട്. എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു പറമ്പിനകത്തുള്ളത്. ഇങ്ങോട്ട് നോക്കിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫുള്ള് വാഴയും കാറ്റാടിച്ചെടികളും അതുപോലെ കൊക്കോയും എല്ലാം കൊണ്ട് ഫുള്ള് നിറഞ്ഞു കിടക്കാണ് പറമ്പ് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കേ. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഒരു ആയുർവേദ റിസോർട്ടിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളെ അറിവിൽ ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനൊക്കെ ചോദിച്ച് നടക്കുന്ന ഏതെങ്കിലും ചങ്കുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതാക്കണം നമ്മളെ പറമ്പിന്റെ കുറച്ചിങ്ങോട്ട് മേലെ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ വലിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ട്രീറ്റ്മെന്റ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ വലിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വരുമ്പോ ഇവിടെയൊക്കെ ഫുള്ള് തണുപ്പാട്ടോ, നിറച്ചും മരങ്ങളാണ്. തേക്ക്, മഹാഗണി, ഇരുള് പറഞ്ഞുകൊണ്ട് കുറേ കാട്ടുമരങ്ങളുണ്ട്. വെയിൽ പറഞ്ഞ സാധനം തന്നെ അല്ല, ഫുള്ള് തണുപ്പാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ നമുക്ക് ഇവിടെയാണ് ഹട്ടുകളൊക്കെ ആക്കാനുള്ള ഒരു സ്ഥലം ഇവിടെയാണല്ലോ കേട്ടോ. ഫുള്ള് ഇപ്പൊ നിലവിൽ 10-15ഓളം ഹട്ടുകളെല്ലാം ആക്കാനുള്ള ആ ഒരു സംഭവം നമ്മുടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാക്കണേ നമുക്ക് ഹട്ടുകളാക്കാനുള്ള സംഭവം നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 15ഓളം എണ്ണ ഇതേപോലെ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, താഴൊക്കെ ഉണ്ടേ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അങ്ങേ തലക്കില് നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ നമ്മളെ പറമ്പിനോട് ചാരിയിട്ട്. ഇതാണ് ഇതേപോലത്തെ ഏകദേശം എത്ര പറഞ്ഞ 15 എണ്ണം അല്ലേ. 15 സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മളെ സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിലെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കാർത്തികപുരത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തല്ലേ. താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം കിടക്കാച്ചി പ്ലോട്ടിന്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. ബൈ.